ജീവിതത്തിൽ ഒരുപാട് കച്ചവടങ്ങൾ ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ് അമിതാഭ് ബച്ചൻ. 90കളുടെ അവസാന കാലഘട്ടത്തിൽ തൻ്റെ കമ്പനിയായ അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ ലിമിറ്റഡ് വലിയ നഷ്ടത്തിലേക്ക് മുതലക്കൂപ്പ് കുത്തി. കടക്കണി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ കടക്കണിയിലായി. ഏതാണ്ട് 90 കോടി രൂപയോളം കടമായി അമിതാഭ് ബച്ചന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരുപക്ഷെ ലോകമറിയുന്ന താരം അമിതാഭ് ബച്ചൻ കടക്കണിയിൽ പെട്ടു എന്നുള്ളത് അന്ന് വലിയൊരു വാർത്തയായി. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പൈസയില്ല, അത്യാവശ്യ ചില ആൾക്കാർ പറഞ്ഞാൽ നിത്യനിദാന ചെലവ് എന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, അതിന് പോലും പണമില്ല എന്ന അവസ്ഥയായി. സിനിമാക്കാരൊക്കെ പരിഹസിച്ചു. അതായത് ഇയാൾക്ക് വരെ പണിയൊന്നും ഇല്ലായിരുന്നു, വയസ്സാം കാലത്ത് കച്ചവടത്തിന് ഇറങ്ങുക എന്ന് മാത്രമല്ല പരിഹസിച്ചത് ഒരുപാട് കേട്ടു. ഒരാളും പക്ഷേ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. സിനിമാ രംഗത്തൊക്കെ ഈ 90 കോടിയൊക്കെ വളരെ നിസ്സാരമായി എടുക്കാൻ കഴിയുന്ന നടന്മാരെ കൊണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അവരാരും അമിതാഭ് ബച്ചനെ സഹായിക്കാൻ കഴിഞ്ഞില്ല, അവർ സഹായിച്ചതുമില്ല. അദ്ദേഹത്തിൻ്റെ ജൂഹുവിലെ വീടുണ്ട്, ആ വീടിൻ്റെ ഒരു പ്രതീക്ഷ എന്നാണ്. ആ വീട് അദ്ദേഹം വിൽക്കാൻ തീരുമാനിച്ചു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമായിരുന്നു അത്. കടം നൽകിയ ആളുകൾ ഇടയ്ക്കിടെ വസതിയിൽ കയറി വരും, അവർ ഭീഷണിപ്പെടുത്തും, തിരിച്ചടവ് ആവശ്യപ്പെടും. അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് അമിതാഭ് ബച്ചൻ അങ്ങനെ പൊറുതിമുട്ടി. ശ്വാസം മുട്ടുന്ന യഥാർത്ഥ അന്തരീക്ഷം. കടക്കണിയിൽ മുങ്ങിയാൽ മാത്രമേ നമുക്കതിൻ്റെ സംഭവം മനസ്സിലാകൂ. എങ്ങോട്ട് നോക്കിയാലും കടം എന്ന് വരുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ വല്ലാണ്ട് തകർന്നു പോകും. പക്ഷേ അമിതാഭ് ബച്ചൻ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി. അന്നത്തെ ഏറ്റവും വലിയ മെഗാ സ്റ്റാറായ അമിതാഭ് ബച്ചൻ പരസ്യ ചിത്രങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് സിനിമാ ലോകത്ത് വലിയ വാർത്തയായി. ചില ആളുകൾക്ക് ഷോക്കായി, ചില ആളുകൾക്ക് പരിഹാസ വിഷയമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോകപ്രശസ്തമായ ടെലിവിഷൻ ഷോ കോൻ ബനേഗാ ക്രോർപതി എന്ന ഗെയിം ഷോയിൽ അവതാരകനായി ടെലിവിഷനിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് വലിയ സംശയമായിരുന്നു, ആത്മവിശ്വാസം കുറവായിരുന്നു. അദ്ദേഹത്തിനെ വിദേശ നാടുകളിലൊക്കെ കൊണ്ടുപോയി പല ഷോകളും കാണിച്ചു. ഈ ഷോയുടെ പല രാജ്യത്തുള്ള വെർഷൻസ് കാണിച്ചു, എപ്പിസോഡുകൾ കാണിച്ചു. അവസാനം അമിതാഭ് ബച്ചൻ, അദ്ദേഹത്തിന് മറ്റു വഴിയില്ല, കോൻ ബനേഗാ ക്രോർപതി KBC എന്ന ഷോ ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ സംഭവം അതായിരുന്നു. ഒരു റിയാലിറ്റി ഷോ എന്ന നിലയിൽ കോൻ ബനേഗാ ക്രോർപതി ലോകത്തെ കീഴടക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ആ ഷോ ഏറ്റവും ജനപ്രിയമായി. അമിതാഭ് ബച്ചൻ ബോൾ എന്ന് പറയുമ്പോൾ അതൊരു വലിയ വാർത്തയായിരുന്നു. അകത്തളങ്ങളിൽ, വീടുകളിൽ, തെരുവുകളിലെല്ലാം അമിതാഭ് ബച്ചൻ്റെ ഈ ഷോ കാണാൻ വേണ്ടി ആളുകൾ കാത്തിരുന്നു. അതോടെ സിനിമയിൽ വീണ്ടും അമിതാഭ് ബച്ചൻ സജീവമായി. അദ്ദേഹത്തിന് എഴുതി തള്ളിയ ആളുകളൊക്കെ തന്നെ പേന കുത്തി ഓടിച്ചു. അമിതാഭ് ബച്ചന് അങ്ങനെ ഒരു പരാജയം സംഭവിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളല്ലെന്ന് മനസ്സിലായി. കേവലം 3 കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന് 90 കോടി രൂപയുടെ കടക്കടിയിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നു. നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കടത്തിലും സാമ്പത്തിക പ്രശ്നങ്ങളിലുമൊക്കെ നമ്മൾ മുട്ടുകുത്തുമ്പോൾ അല്ലെങ്കിൽ മൂക്കിടിച്ച് വീഴുന്ന സമയത്ത് ഇനി ഒരിക്കലും ഒരു മോചനമില്ല എന്ന് നമ്മൾ വിശ്വസിച്ച് കളയത്. ചിലപ്പോൾ നമുക്ക് വേണ്ടി ഒരു ലോകം തുറന്നു കിട്ടിയെന്ന് വരും. അമിതാഭ് ബച്ചൻ്റെ അനുഭവം അങ്ങനെയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമ്പോൾ ചില നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അമിതാഭ് ബച്ചൻ്റെ പതനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ചും അതും ഒരു ഫിനിക്സ് പക്ഷിയെക്കുറിച്ച് പോലെ അദ്ദേഹം പറന്നുയർന്നതും ഒക്കെ നമ്മൾ ആലോചിക്കണം. വളരെ മെഗാസ്റ്റാർ പദവി ഉണ്ടായിട്ടും വെറുതെ ആൾക്കാരുടെ വീടുകളിൽ ചെന്ന് മുട്ടി വിളിക്കുക, സഹായം തേടുക, ഈ വെല്ലുവിളിയെ മറികടക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുക, ഇതൊന്നും അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം സ്വന്തം അധ്വാനം കൊണ്ട് ഈ പ്രായത്തിലും ഇന്നും അധ്വാനിച്ചാണ് അദ്ദേഹം കഴിയുന്നത്. ചില ആൾക്കാരൊക്കെ പറയും പിള്ളേരൊക്കെ വളർന്ന് നല്ലൊരു നിലയിലായിട്ടും ഞാനിപ്പോഴും അധ്വാനിച്ചാൽ കഴിയുന്നതെന്ന് വൃദ്ധമാതാക്കൾ പറയില്ലേ, അതുപോലെ തന്നെയാണ് അമിതാഭ് ബച്ചൻ്റെ ആ യാത്ര. അതായത് ഇന്നും അദ്ദേഹം കോൻ ബനേഗാ, ഇന്നും നിങ്ങൾക്ക് ടെലിവിഷൻ തുറന്നാൽ ദേശീയ നെറ്റ്വർക്കിൽ KBC കാണാം. അപ്പോൾ കോൻ ബനേഗാ ക്രോർപതിയിലൂടെ ജീവിതം തിരിച്ചു പിടിച്ച അമിതാഭ് ബച്ചൻ്റെ ആ തളരാത്ത ആത്മവിശ്വാസത്തെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.